ഹായ് എവരി വൺ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വാട്ട് ആർ ദ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്തിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് എന്തൊക്കെയാണെന്ന്. ലെങ്തിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചു? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പഠിച്ചു, ലൈറ്റ് ഇയർ പഠിച്ചു, പരാലിറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക്ക് പഠിച്ചു. അത് കഴിഞ്ഞ് ആങ്സ്ട്രം എന്ന് പറയുന്ന ഒരു ചെറിയ യൂണിറ്റിനെ പറ്റിയും പറഞ്ഞു. അങ്ങനെ 4 യൂണിറ്റുകളാണ് നമ്മൾ അവിടെ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ്. നമുക്കറിയാം മാസിന് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് കിലോഗ്രാമാണ്. അപ്പോൾ എല്ലാ കേസുകളിലും നമുക്ക് ഈ കിലോഗ്രാം യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചില വലിയ വലിയ മാസുകൾ പറയാൻ, ഫോർ എക്സാമ്പിൾ എത്രയാണ് സണ്ണിൻ്റെ മാസ്, അപ്പോൾ അത്രത്തോളം വലിയ മാസുകൾ പറയാൻ വേണ്ടി നമുക്ക് കിലോഗ്രാം ഉപയോഗിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള കുഴപ്പമെന്തോ, നമുക്കിങ്ങനെ പറയേണ്ടി വരും. ഒരു വസ്തുവിൻ്റെ ഒരു വലിയൊരു ബോഡി, അതിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സംഖ്യ എഴുതി വെച്ചിട്ട് അത്രയും കിലോഗ്രാം. അപ്പോൾ ഈ ഒരു സംഖ്യയെ പെട്ടെന്ന് പറയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ കിലോഗ്രാമിൻ്റെ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കും. ഓക്കെ ആണോ? അപ്പോൾ അത്തരത്തിലുള്ള മാസിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റുകളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഇനി വലിയ മാസ് തന്നെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിക്കുന്നു. ഒരു ആറ്റത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതിനേക്കാൾ ചെറിയ രൂപമാണ് ആർക്കുള്ളത്? ആറ്റത്തിനുള്ളത്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കതിനെ പറക്കി തൂക്കിയിട്ട് 2 കിലോഗ്രാം ഭാരമുള്ള ആറ്റമാണ് എന്നൊരിക്കലും പറയത്തില്ല. പകരം നമ്മൾ പറയുന്ന 0.0000000001 കിലോഗ്രാം വെയിറ്റ് ഇങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ ഇതൊരു വളരെ വലിയ ചെറിയൊരു സംഖ്യയാണ്. അപ്പോൾ അത്തരം ചെറിയ അളവുകളും നമുക്ക് കിലോഗ്രാമിൽ പറയുന്നത് എന്തല്ല, പ്രാവർത്തികമല്ല, പ്രാക്ടിക്കലല്ല. അപ്പോൾ നമുക്ക് ആറ്റത്തിൻ്റെയൊക്കെ മാസ് ഏത് യൂണിറ്റിൽ പറയാം? അതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്, പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ്. അതിൽ 3 യൂണിറ്റുകളാണ് ഇവിടെ നിന്ന് ഞാൻ എഴുതി വച്ചേക്കുന്നത്. ഒന്ന് അറ്റോമിക് മാസ് യൂണിറ്റ്, അതിനെ AMU എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ AMU എന്ന് എഴുതാറില്ല, വെറുതെ എന്തെന്ന് മാത്രമേ എഴുതാറുള്ളൂ, U എന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. അതിൻ്റെ ഫുൾ ഫോം എന്താ? അറ്റോമിക് മാസ് യൂണിറ്റ്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ എവിടെ ആയിരിക്കും ആ യൂണിറ്റ് ഉപയോഗിക്കുക എന്ന് നമുക്കൊരു ഐഡിയ കാണും അല്ലേ? ആറ്റത്തിൻ്റെ മാസ് പറയുന്ന യൂണിറ്റാണ് AMU. അടുത്തത് സോളാർ മാസ്. സോളാർ എന്ന് വെച്ചാൽ സണ്ണിൻ്റെ മാസ്. അടുത്തത് ചന്ദ്രശേഖർ ലിമിറ്റ്. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ്, അല്ലെങ്കിൽ എത്രയാണ് 1 AMU എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക, ഒരു കാർബൺ 12 ഐസോട്ടോപ്പ് എന്ന് പറയാൻ കാരണം വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. 1 AMU എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാർബൺ ആറ്റത്തെ എടുത്ത് തൂക്കി നോക്കുന്നു. ഒരു കാർബൺ ആറ്റം, ഒരൊറ്റ ആറ്റമാണ്, ഒരു സിംഗിൾ കാർബൺ ആറ്റത്തെ എടുത്ത് തൂക്കി നോക്കുന്നു. ഓക്കെ ആണോ? അതിൻ്റെ വെയിറ്റ് എത്ര കിലോഗ്രാം ഉണ്ടോ അതിനെ എത്രയായിട്ട് മാറ്റുന്നു? 12 മാറ്റുന്നു. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഇതൊരു കാർബൺ ആറ്റമാണെന്ന് വിചാരിക്കുക. ഇത്രയൊന്നും ഇല്ല, കാർബൺ ആറ്റം വളരെ ചെറുതാണ്, നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അത്തരത്തിലുള്ളൊരു കാർബൺ ആറ്റത്തെ എടുത്ത് തൂക്കി നോക്കി, അതിൻ്റെ ഭാരത്തെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു ഒരു കാർബൺ ആറ്റത്തെ എടുത്ത് തൂക്കി നോക്കിയാൽ മതിയെന്ന്. പക്ഷേ കാർബൺ ആറ്റം അല്ലെങ്കിൽ കാർബൺ എന്ന് പറയുന്നത് പ്രകൃതിയിൽ പല രൂപത്തിൽ കാണാറുണ്ട്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. നമ്മൾ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ 10ാം ക്ലാസ്സിലൊക്കെ? എന്താ ഐസോട്ടോപ്പ്? സെയിം അറ്റോമിക നമ്പരും എന്നാൽ ഡിഫറൻറ്റ് മാസ് നമ്പരുമുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോട്ടോപ്പ് എന്ന് വിളിക്കുന്നത്. കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അപ്പോൾ കാർബൺ 12ൻ്റെ മാസ് നമ്പർ 12, പക്ഷേ ഇവൻ്റെ മാസ് നമ്പർ 13, ഇവൻ്റെ മാസ് നമ്പർ 14 എന്ന് വെച്ചാൽ ഈ 3 കാർബണും 3 മാസമാണ്. അപ്പം ഞാൻ വെറുതെ പറയുവാണ് ഒരു കാർബൺ ആറ്റത്തെ എടുത്ത് തൂക്കി നോക്കിയാൽ മതിയെന്ന്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നും, അല്ലെങ്കിൽ കേൾക്കുന്നവർക്കൊരു ഡൗട്ട് തോന്നും. ഏത് കാർബൺ ആറ്റത്തെ എടുത്ത് തൂക്കും? ഈ കാർബണിനെ തൂക്കോ, ഈ കാർബണിനെ തൂക്കി നോക്കൂ, ഈ കാർബണിനെ തൂക്കി നോക്കൂ. 3 പേരെയും തൂക്കിയാൽ കിട്ടുന്നത് 3 മാസുകളായിരിക്കും. ശരിയാണോ? അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് ഇത് രണ്ടുമല്ല എടുത്ത് തൂക്കേണ്ടത്. ആരെയാണ് എടുത്ത് തൂക്കി നോക്കേണ്ടത്? ഒരു കാർബൺ 12 ആറ്റത്തെ എടുത്ത് തൂക്കി നോക്കുക. അതിൻ്റെ 12 ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ പറയുക, ഇറ്റ് ഈസ് ദ 1/12 mass of
എ കാർബൺ 12 ഐസോട്ടോപ്പ്. എ കാർബൺ 12 ഐസോട്ടോപ്പ് എന്നോ ആറ്റമെന്നോ പറഞ്ഞോ കുഴപ്പമില്ല. കാർബൺ 12 ഐസോട്ടോപ്പ്. അപ്പോൾ എന്താ അറ്റോമിക് മാസ് യൂണിറ്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി 1/12th മാസ് ഓഫ് എ കാർബൺ 12 ഐസോട്ടോപ്പ്. മാത്രമല്ല 1 AMUE എന്ന് പറയുന്നത് ഏകദേശം 1.66 × 10⁻⁻27 കിലോഗ്രാമാണ്. അപ്പോൾ ഇതും കൂടി ഓർമ്മയിൽ വെച്ചേക്കാം. 1 AMU എന്ന് പറയുന്നത് 1.66 × 10⁻⁻27 കിലോഗ്രാമാണ്. ഏകദേശം ഒരു ന്യൂട്രോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെയോ മാസിന് അടുപ്പിച്ചാണ് ഏത് വരുന്നത്? 1 AMU എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എന്താ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പഠിച്ചല്ലേ? എന്തിനു വേണ്ടിയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്? ആറ്റം പോലുള്ള ചെറിയ വസ്തുക്കളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? AMU ഉപയോഗിക്കുന്നത്. 1 AMU എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ 1/12th മാസ് ഓഫ് എ കാർബൺ 12 ഐസോട്ടോപ്പ്. അതെത്ര വരും? ഏകദേശം 1.66 × 10⁻⁻27 കിലോഗ്രാമാണ് 1 AMU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അറ്റോമിക് മാസ് യൂണിറ്റ് അവിടെ കഴിഞ്ഞു. രണ്ടാമത്തത് നോക്കാം. എന്താണ് സോളാർ മാസ്? അതിൽ വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല, പേര് തന്നെ കിടപ്പുണ്ട്. മാസ് ഓഫ് സൺ, അതിനെ വിളിക്കുന്ന പേരാണ് സോളാർ മാസ്. എത്ര വരും മാസ് ഓഫ് സണ്ണ്? ഏകദേശം 2 × 10⁻30 കിലോഗ്രാം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, 2 ഇട്ടിട്ട് 30 പൂജ്യം ഇട്ട് കൊടുക്കണം. അത്രയും കിലോഗ്രാമാണ് സോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, മാസ് ഓഫ് സൺ, മാസ് ഓഫ് സൺ അതിനെ വിളിക്കുന്ന പേരാണ് സോളാർ മാസ്. അടുത്തത് ചന്ദ്രശേഖർ ലിമിറ്റ്. നമ്മൾ ലെങ്തിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് പഠിച്ചപ്പോൾ അവിടെ ഒരു യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പരാലിറ്റിക് സെക്കൻഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞു പരാലിറ്റിക് സെക്കൻഡിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. അതായത് ലെങ്ത്തിന് ഇന്ന് നമ്മൾ ഉപയോഗിച്ച് വരുന്ന യൂണിറ്റുകളിൽ ഏറ്റവും വലിയ യൂണിറ്റാണ് ആര്? പരാലിറ്റിക് സെക്കൻഡ്. അതുപോലെ മാസുകളിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ യൂണിറ്റാണ് ആരെന്ന് പറയുന്നത്? ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് ചോദിച്ചാൽ സണ്ണിൻ്റെ മാസിൻ്റെ 1.4 മടങ്ങിന് വിളിക്കുന്ന പേര്. എങ്ങനെ? സണ്ണിൻ്റെ മാസിൻ്റെ 1.4 മടങ്ങിന് വിളിക്കുന്ന പേര്. 1.4 ടൈംസ് ഓഫ് മാസ് ഓഫ് സൺ ഈസ് നോൺ ആസ് ചന്ദ്രശേഖർ ലിമിറ്റ്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം അവിടെ ആലോചിച്ചാൽ മതി. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ്. അപ്പോൾ 2 ചോദ്യങ്ങൾക്ക് ആൻസർ നമ്മളിപ്പോൾ പഠിച്ചല്ലേ. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്? അത് പരാലിറ്റിക് സെക്കൻഡ്. അടുത്ത ആരാ? വാട്ട് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ്? അതായത് ചന്ദ്രശേഖർ ലിമിറ്റ്. ഇങ്ങനെ 3 യൂണിറ്റുകളാണ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഇനിയുമുണ്ട് ടൺ എന്താണ്, ക്വിൻ്റൽ എന്താണ്. ഇതൊന്നും എക്സാമിന് നമുക്ക് വേണ്ട, പക്ഷേ ഒന്ന് ഓർത്തിരിക്കുക, ക്വിൻ്റൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ പത്രം എടുത്ത് നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ ടി വിയിൽ കാർഷിക ന്യൂസ് വായിക്കുന്ന സമയത്തും കുരുമുളക് ക്വിൻ്റലിന് ഇത്ര രൂപ, റബ്ബർ ക്വിൻ്റലിന് ഇത്ര രൂപ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ കൊപ്ര, തേങ്ങ ക്വിൻ്റലിന് ഇത്ര രൂപ എന്ന് കേട്ടിട്ടുണ്ട്. ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാമിന് വിളിക്കുന്ന പേരാണ്. അപ്പോൾ 1 ക്വിൻ്റൽ കുരുമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോഗ്രാം കുരുമുളക് എന്നാണ് അർത്ഥം. അപ്പോൾ ക്വിൻ്റൽ 100 കിലോഗ്രാം, അതുപോലെ ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രയുമാണ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. എളുപ്പമാണല്ലോ. അപ്പോൾ അടുത്ത ഹെഡിങ്ങിലേക്ക് നമുക്ക് വരാം. അപ്പോൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത് കഴിഞ്ഞു, പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ് കഴിഞ്ഞു. ദെൻ തേർഡ് വൺ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ടൈം. ടൈമിൻ്റെ SI യൂണിറ്റ് നമുക്കറിയാലോ. എന്താ ടൈമിൻ്റെ SI യൂണിറ്റ്? അത് സെക്കൻഡ് ആണല്ലേ. എന്നാൽ ഈ സെക്കൻഡ് യൂണിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ചില കേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുവാണ് വാട്ട് ഈസ് ദി ടൈം പീരീഡ് ഓഫ് ജൂപ്പിറ്റർ എന്ന് ചോദിക്കുന്നു. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ജൂപ്പിറ്റർ? ജൂപ്പിറ്ററിൻ്റെ ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ജൂപ്പിറ്ററിൻ്റെ റെവല്യൂഷണറി പീരീഡ് എന്നൊക്കെ ചോദിക്കും. വേറെ ഒന്നുമില്ല, സണ്ണിന് ചുറ്റും ഒരു തവണ കറങ്ങി വരാൻ ജൂപ്പിറ്റർ എത്ര സമയം എടുക്കുന്നു എന്നാണ് നമ്മുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുന്നത്. സണ്ണിന് ചുറ്റും ജൂപ്പിറ്റർ ഒരു തവണ കറങ്ങി വരാൻ എത്ര സമയം എടുക്കും? അതൊരുപാട് വർഷങ്ങളെടുക്കും.
നമുക്ക് ആ ഒരു യൂണിറ്റ് ഒരിക്കലും എന്തിൽ പറയാൻ പറ്റത്തില്ല, സെക്കൻഡിൽ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇത്ര വർഷം കൊണ്ടാണ് കറങ്ങി വരുന്നത് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് കൂടാതെ നമ്മുടെ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. എല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള യൂണിറ്റാണ്. കേൾക്കാത്തത് ചിലപ്പോൾ ഏത് മാത്രമേ കാണൂ, ഷെയ്ക്ക് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതിൽ വലുതായിട്ട് പഠിക്കാനുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്ന് സോളാർ ഡേ. സോളാർ മാസ് പറഞ്ഞങ്ങനെ പറഞ്ഞുപോയി. അപ്പോൾ സോളാർ ഡേ എന്താണ്? സോളാർ ഡേ എന്ന് നമുക്കറിയാം അല്ലേ? എന്താ സോളാർ ഡേ? അറിഞ്ഞുകൂടെങ്കിലും ആ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും. നമ്മൾ ദിവസം എന്ന് പറയൂലേ, അത് തന്നെയാണ് സോളാർ ഡേ. എന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് സ്വയം കറങ്ങാൻ ആവശ്യമായ ടൈം, എർത്ത് ഒരു തവണ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈമിനെ വിളിക്കുന്ന പേരാണ് സോളാർ ഡേ. അതെത്രയാണെന്ന് നമുക്കറിയാം അല്ലേ? ഏകദേശം 24 hours ഒരു സോളാർ ഡേ എന്ന് നമുക്കറിയാം. അത്രയേ ഉള്ളൂ അവിടെ പഠിക്കാൻ. അടുത്തത് സോളാർ ഇയർ. എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ. നേരത്തെ നമ്മൾ ജൂപ്പിറ്റർ പറഞ്ഞ പോലെ എർത്തിൻ്റെ കേസിൽ നമുക്ക് പറയാം അല്ലേ? എർത്ത് ഒരു തവണ സണ്ണിന് ചുറ്റാനെടുക്കുന്ന സമയം, ഒന്നുകൂടെ പറഞ്ഞേ, എർത്ത് ഒരു തവണ അവൻ്റെ ഓർബിറ്റിൽ സണ്ണിനെ ചുറ്റി വരാൻ എടുക്കുന്ന ടൈമിന് വിളിക്കുന്ന പേരാണ് സോളാർ ഇയർ. അത് 365 ഡേയ്സാണ്, ദിവസമാണെന്ന് നമുക്കറിയാം. 2 കഴിഞ്ഞു. സിമ്പിൾ. അപ്പോൾ ഇതൊക്കെ എന്തിനു പഠിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് എക്സാമിന് ചോദിക്കത്തുമില്ല. പക്ഷേ ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞ് വേണം നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് ലൂണാർ മന്ത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ലൂണാർ മന്ത്. ലൂണാർ എന്ന് വെച്ചാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മൂണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇവിടെ നിങ്ങൾ എർത്ത് പറഞ്ഞെങ്കിൽ അതിന് പകരം എന്ത് പറയുക? മൂൺ പറയുക. ഇനി മൂൺ ചുറ്റുന്നത് ആർക്ക് ചുറ്റുമല്ല, സണ്ണിന് ചുറ്റുമല്ല, പകരം എർത്തിന് ചുറ്റുമാണ്. അപ്പോൾ എന്താ ലൂണാർ മന്ത് എന്ന് ചോദിച്ചാൽ മൂൺ ഒരു തവണ എർത്തിനെ ചുറ്റാനെടുക്കുന്ന ടൈം. മൂൺ ഒരു തവണ എർത്തിനെ ചുറ്റാനെടുക്കുന്ന ടൈം ഫോർ 1 complete revolution of moon. Time for 1 complete revolution of moon around earth is known as lunar month. ഒരു ലൂണാർ മന്ത് എന്ന് പറയുന്നത് ഏകദേശം 27.3 ദിവസമാണ്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഈ മൂൺ ഒരു തവണ എർത്തിനെ ചുറ്റി വരുന്ന അതേ സമയം കൊണ്ട് തന്നെയാണ് മൂൺ ഒരു തവണ സ്വയം കറങ്ങുന്നത്. അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ എർത്തിൻ്റെ കേസിൽ നോക്കിയേ, എർത്ത് 24 മണിക്കൂർ കൊണ്ട്, ഒരു ദിവസം കൊണ്ട് സ്വയം കറങ്ങും. എന്നാൽ 365 ദിവസം എടുത്താലേ ഒരു തവണ സൂര്യനെ ചുറ്റി വരാൻ പറ്റൂ. പക്ഷേ നമ്മുടെ മൂൺ അങ്ങനെയല്ല. അവൻ ഒരു തവണ സ്വയം കറങ്ങാനും ഒരു തവണ എർത്തിനെ ചുറ്റാനും എത്ര സമയം മതി? 27.3 ദിവസം മതി. പറഞ്ഞാൽ ക്ലിയർ ആണോ? അപ്പോൾ ആ ഒരു പോയിൻ്റ് അവിടെ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് ലൂണാർ മന്ത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെയും പറയാറുണ്ട്, മൂൺ ഒരു തവണ കറങ്ങാൻ ആവശ്യമായ ടൈം. നമ്മൾ പറയും മൂൺ ഒരു തവണ എർത്തിനെ ചുറ്റാൻ ആവശ്യമായ ടൈം. രണ്ടും ഒന്ന് തന്നെയാണ്. എത്ര തന്നെ? 27.3 ദിവസം തന്നെയാണ് രണ്ടിൻ്റെയും ആൻസർ. സോ ലൂണാർ മന്ത് എന്താണെന്ന് നമുക്കറിയാം. ഇനി അടുത്തവനാണ് ഷെയ്ക്ക്. ഈ പറയുന്ന യൂണിറ്റുകളെല്ലാം സെക്കൻഡിനേക്കാൾ ഒരുപാട് വലിയ യൂണിറ്റാണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഷെയ്ക്ക് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പ്രത്യേകത, അത് ടൈമിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കും, വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ടൈം? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ടൈം എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ പറയും ഷെയ്ക്ക്. അതിൻ്റെ വാല്യൂ ഏകദേശം 10⁻⁻8 സെക്കൻഡ്. കണ്ടോ, അത്രയും ചെറിയ സമയമാണ് ഷെയ്ക്ക് എന്ന് പറയുന്നത്. ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ഈ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ നടക്കുന്ന സമയത്ത് ആറ്റങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയസ് കൂട്ടിയിടിക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ടൈമൊക്കെയാണ് ഈ 10⁻⁸ സെക്കൻഡ്. അത്രയും ചെറിയ സമയത്തിനിടയ്ക്ക് വെച്ചാണ് ഈ പറയുന്ന ന്യൂക്ലിയസൊക്കെ വിഭജിച്ച് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ നടക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഷെയ്ക്ക് എന്ന് പറയുന്ന ഈ യൂണിറ്റ് അവിടെ കൊണ്ടുവരാറ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല, പക്ഷേ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മൾ കൂടെ അങ്ങ് പറഞ്ഞു പോയി. ഇൻ കേസ് എക്സാമിന് ചോദിച്ചാലോ വിച്ച് ഈസ് ദ പ്രാക്ടിക്കൽ യൂണിറ്റോ അല്ലെങ്കിൽ വിച്ച് ഈസ് ദി സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ടൈം എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ എഴുതിക്കൂടെ? ഏതാ? ഷെയ്ക്ക്. അപ്പം ഇത്രയും ആയപ്പോൾ, 4 ആയപ്പോൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ടൈമും കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക് അതിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. മെഷർമെൻറ്റ് ഓഫ് ടൈം, അതായത് ടൈം മെഷർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ടൈം മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ക്ലോക്ക് ഉപയോഗിക്കാൻ പറ്റും, വാച്ച് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ക്ലോക്കാണ് ക്വാർട്സ്
ക്രിസ്റ്റൽ ക്ലോക്ക്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, കോഡ്സ് ക്രിസ്റ്റൽ ക്ലോക്ക്. ഓക്കെ, നിങ്ങൾ പെൻഡുലം ക്ലോക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പെൻഡുലം ക്ലോക്ക് അതായത് ക്ലോക്കിൻ്റെ ഇത് നമുക്ക് ക്ലോക്ക് ആക്കാം. ക്ലോക്കിൻ്റെ നീഡിലിനോട് ചേർന്ന് താഴെ എന്ത് കാണും? ഒരു പെൻഡുലം കാണും. ആ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനനുസരിച്ചാണ് ഇവിടെ ഓരോ സെക്കൻഡും കഴിയുന്നത്. എന്ന് വെച്ചാൽ പെൻഡുലത്തിൻ്റെ ഈ ഒരു ഉണ്ട അങ്ങേ അറ്റം പോയി ഇങ്ങേ അറ്റം വന്ന് തിരിച്ചിവിടെ വരുമ്പോൾ 1 സെക്കൻഡാണ്. അപ്പോൾ ഈ പറയുന്നവൻ ആടുന്നതനുസരിച്ച് 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓസിലേഷൻ അനുസരിച്ചാണ് ഈ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ഇതാണ് പണ്ടത്തെ നമ്മുടെ പെൻഡുലം ക്ലോക്ക്. പക്ഷേ ഈ പെൻഡുലം ക്ലോക്കിന് ഒരുപാട് തെറ്റ് വരാം. ഇതിനകത്ത് ഈ പറയുന്ന പെൻഡുലം ഇരിക്കുന്ന അത്രയും ഭാഗം വാക്വം ആയിരിക്കണം, എയർ ഉണ്ടാകാൻ പാടില്ല. ഇൻ കേസ് അവിടെ എന്തെങ്കിലും എയർ ഉണ്ടെങ്കിൽ ഈ സമയത്തിന് വ്യത്യാസം വരും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അതിനേക്കാൾ കൃത്യതയുള്ള മറ്റൊരു ക്ലോക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കോഡ്സ് ക്രിസ്റ്റൽ ക്ലോക്ക്. ഇതൊരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കോഡ്സ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക്. ഓക്കെ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ചില വാച്ചുകളിൽ, അതായത് ഡിജിറ്റൽ വാച്ചല്ല, ഏതിനകത്ത് നമ്മുടെ അനലോഗ് വാച്ച്, സൂചിയുള്ള വാച്ച്, ആ വാച്ചിൻ്റെ നടുക്കായിട്ട് കമ്പനിയുടെ പേര് കൂടാതെ ഈ കോഡ്സ് എന്ന് പറയുന്നൊരു പേരും കാണും. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇത് കമ്പനി പേരാണെന്നാണ്. കോഡ്സ് അത് കമ്പനി പേരല്ല, അതിനകത്ത് ഉപയോഗിക്കുന്ന ക്രിസ്റ്റലിൻ്റെ പേരാണ് കോഡ്സ്. അപ്പോൾ ഈ കോഡ്സിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, അവനൊരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, കോഡ്സിന് ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതൊരു കോഡ്സ് ക്രിസ്റ്റലാണെന്ന് വിചാരിക്കുക, ഒരു കഷ്ണം. അതിന് ഞാൻ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവൻ ഇരുന്ന് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കോഡ്സ് ക്രിസ്റ്റൽ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ വാച്ചിനകത്ത് എന്തളക്കുന്നത്, സമയം അളക്കുന്നത്. ചിലപ്പോൾ ഈ ക്രിസ്റ്റൽ ഒരു 50 തവണ ഓസിലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും 1 സെക്കൻഡ്. അപ്പോൾ 100 തവണ ഓസിലേറ്റ് ചെയ്യുമ്പോഴോ 2 സെക്കൻഡ്, 150 തവണ ഓസിലേറ്റ് ചെയ്യുമ്പോഴോ 3 സെക്കൻഡ്. ആ രീതിയിൽ നമ്മൾ ഈ കോഡ്സ് ക്രിസ്റ്റൽ ക്ലോക്കിലൂടെ എന്തളക്കും, സമയം അളക്കും. ഇത് സാധാരണ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വാച്ച് തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു രീതിയാണ് അറ്റോമിക് ക്ലോക്ക്. അറ്റോമിക് ക്ലോക്ക്, ഇൻ കേസ് എന്തെങ്കിലും വൺ വേർഡ് ഇതിന് ചോദിച്ചാലോ എന്ന് കരുതിയാണ് ഇതും കൂടെ പറയുന്നത്, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. അറ്റോമിക് ക്ലോക്കിനകത്ത് നമ്മൾ ചെയ്യുന്നതും വൈബ്രേഷൻ അളക്കുക തന്നെയാണ്. പക്ഷേ അവിടെ ആരുടെ വൈബ്രേഷൻസ് അളക്കുന്നത്? ചില ആറ്റങ്ങളുടെ വൈബ്രേഷൻ. അപ്പോൾ ആറ്റത്തിൻ്റെ വൈബ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് സമയം അളക്കുന്ന ക്ലോക്കുകളാണ് അറ്റോമിക് ക്ലോക്കുകൾ എന്ന് പറയുന്നത്. എല്ലാ ആറ്റവും അങ്ങനെ ഇന്ന് വൈബ്രേറ്റ് ചെയ്യത്തൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു നൈട്രജൻ ആറ്റം എടുത്തു, അതിന് നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല, അങ്ങനെ വൈബ്രേറ്റ് ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് സാധാരണ സീസിയം പോലുള്ള വലിയ ആറ്റങ്ങളെയാണ്. അപ്പോൾ സീസിയത്തിൻ്റെയൊക്കെ പ്രത്യേകത വളരെ വലിപ്പം കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? ചുമ്മാ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരം മാറ്റങ്ങൾ സീസിയ മാറ്റങ്ങൾ. അപ്പോൾ ഈ സീസിയ മാറ്റം ഞാൻ എടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ സീസിയ ആറ്റം ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ വൈബ്രേഷൻ അനുസരിച്ച് സമയം അളക്കുകയാണെങ്കിൽ അത്തരം ക്ലോക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറ്റോമിക് ക്ലോക്ക് എന്ന് വിളിക്കുന്നത്. അറ്റോമിക് ക്ലോക്കിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സീസിയം ക്ലോക്ക്. ചിലപ്പോൾ ചോദിക്കാം സീസിയം ക്ലോക്കിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആറ്റം ഏതാണെന്ന്. PSCക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ അത്, സീസിയം ക്ലോക്കിനകത്ത് ഉപയോഗിക്കുന്ന ആറ്റം ഏതാണ്? ആൻസർ അത് തന്നെ കിടപ്പുണ്ട്, ഏതാ? സീസിയം. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ചോദിക്കാം, അറ്റോമിക് ക്ലോക്കിനകത്ത് ഉപയോഗിക്കുന്ന മൂലകം അല്ലെങ്കിൽ ആറ്റം ഏതാണ്? താഴെ കുറേ ആറ്റങ്ങൾ തന്നേക്കാം, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, സീസിയം. ആൻസർ ഏതായിരിക്കും? സീസിയം ആയിരിക്കും. ആ ഒരു ക്വസ്റ്റിന് വേണ്ടി മാത്രമാണ് അതും കൂടെ പറഞ്ഞു തന്നെ, വേറെ ഉപയോഗമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇതുവരെ ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ ഇതുവരെ ചുമ്മാ കേട്ടിരുന്നാൽ മതി, വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടുമില്ല. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ട, എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം സെക്ഷൻ ഉൾപ്പെടെ നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ആ ഒരു സെക്ഷൻ അങ്ങ് കഴിഞ്ഞു. അടുത്ത ഒരു സെക്ഷനിലേക്ക് കയറുകയാണ്. 3 സെക്ഷനായിട്ടാണ് നമുക്ക് ഈ പാഠം പഠിക്കാനുള്ള 3 സെക്ഷൻ. അതിൽ ഒന്നാമത്തെ സെക്ഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ കയറുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ ഇമ്പോർട്ടൻ്റാണ്, മൂന്നാമത്തെ സെക്ഷൻ അതിലും ഇമ്പോർട്ടൻ്റാണ്. കുഴപ്പമില്ലല്ലോ. ഇതിപ്പം എല്ലാം കൂടെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോയതേ ഉള്ളൂ. ഒന്ന് കേട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ രണ്ടാമത്തെ ഭാഗം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. എറർ ഇൻ എ മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ എടുക്കുന്ന അളവ്, അതാണ് മെഷർമെൻറ്റ് എന്ന്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഹൈറ്റ് എത്രയാണ്? അപ്പോൾ എന്നൊരു ഭിത്തിയിലോട്ട് ചാരി നിർത്തിയിട്ട് എൻ്റെ ഹൈറ്റ് സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നു. അളന്ന് 175 സെൻറ്റിമീറ്റർ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നു. ഇതാണ് മെഷർമെൻറ്റ്, നമ്മുടെ മെഷർമെൻറ്റ്. ഈ മെഷർമെൻറ്റിൽ സംഭവിക്കാവുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് എങ്ങനെയെല്ലാം തെറ്റ് വരും?
ആ തെറ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ ഒഴിവാക്കാം, അതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം പറയുന്നത്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്നല്ലേ. അപ്പോൾ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ? മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പഠിച്ചു എന്താ, ഒരു മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് ആ മെഷർമെൻറ്റിൽ എന്തെല്ലാം രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടാകാം, എററുകൾ ഉണ്ടാകാം, ആ എറർ എങ്ങനെയൊക്കെ കണ്ടെത്താം, കണ്ടെത്തിയ എറർ എങ്ങനെയൊക്കെ ഒഴിവാക്കാം, അതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാനുള്ളത്, ഇപ്പോൾ എൻ്റെ ഹൈറ്റ് അളക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൈറ്റ് അളക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഭിത്തിയോട് ചേർന്ന് നിന്നു. അപ്പോൾ എൻ്റെ ഹൈറ്റ് അളന്നു. എൻ്റെ ഹൈറ്റ് അളന്നപ്പോൾ കിട്ടിയ അളവ് 172 സെൻറ്റിമീറ്ററാണ്. 172 സെൻറ്റിമീറ്റർ. പക്ഷേ എനിക്കറിയാം എൻ്റെ യഥാർത്ഥ ഹൈറ്റ് എത്രയാണ്, 175 സെൻറ്റിമീറ്ററാണ് പണ്ട് അളന്നപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, അതെന്തോ 3 സെൻറ്റിമീറ്റർ കുറഞ്ഞായിപ്പം, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് വീണ്ടും അളന്നു. അയാൾ വന്ന് അളന്നപ്പോൾ കിട്ടിയ ആൻസർ 174 സെൻറ്റിമീറ്ററാണ്. 174 സെൻറ്റിമീറ്റർ. അപ്പോൾ വീണ്ടും എനിക്ക് തൃപ്തിയായില്ല. ഒന്നുകൂടെ ഒന്ന് അളക്കാമെന്നും പറഞ്ഞ് അടുത്ത ആളിനെ കൊണ്ടുവന്ന് അളന്നു. അപ്പോൾ കിട്ടിയ ആൻസർ 175 സെൻറ്റിമീറ്റർ. അപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇതെന്തോ 3 പേർ അളന്നപ്പോഴും 3 അളവുകളാണല്ലോ. അതുകൊണ്ട് വീണ്ടും ഒരാളെയും കൂടെ കൊണ്ടുവന്ന് അളന്നു. അയാളും തന്നത് 175 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനൊരു കൺക്ലൂഷനിലെത്തി, ഈ 175 സെൻറ്റിമീറ്ററാണ് എൻ്റെ യഥാർത്ഥ ഉയരം, എൻ്റെ യഥാർത്ഥ ഉയരം. അതുകൊണ്ട് ഈ 175 സെൻറ്റിമീറ്ററിന് ഞാൻ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ, അല്ലെങ്കിൽ യഥാർത്ഥ വില, അതുമല്ലെങ്കിൽ നമ്മുടെ ശരി ഉത്തരം. പക്ഷേ ഇവന്മാർ രണ്ടുപേരും അളന്ന അളവ് കണ്ടോ, 172ഉം 74ഉം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇവന്മാർ അളന്ന മെഷർമെൻറ്റിനകത്ത്, അല്ലെങ്കിൽ ഇവന്മാർ മെഷർ ചെയ്ത മെഷർമെൻറ്റിനകത്ത് എന്ത് കടന്നു കൂടിയിട്ടുണ്ട്, എറർ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഈ അളവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ 4 അളവുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മെഷേർഡ് വാല്യൂ എന്ന് വിളിക്കും. മെഷേർഡ് വാല്യൂ. അപ്പോൾ മെഷേർഡ് വാല്യൂ എന്ന് വെച്ചാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്, മെഷർ ചെയ്തെടുത്ത വാല്യൂ. ഒരുത്തൻ അളന്ന അളവാണ് 175, വേറെ ഒരുത്തൻ അളന്ന അളവാണ് 175, മറ്റൊരുത്തൻ അളന്ന അളവ് 172, പിന്നെ ഒരുത്തൻ അളന്ന അളവാണ് 174. അപ്പോൾ ഈ പറയുന്ന അളവുകളെ ഞാൻ വിളിക്കുന്ന പേരാണ് മെഷേർഡ് വാല്യൂ. ഇതാ കണ്ടോ, ഇതെല്ലാം മെഷേർഡ് വാല്യൂ ആണ്. അതിൽ നമുക്ക് മനസ്സിലാക്കി 175 ഈ 2 അളവുകളുടെ പ്രത്യേകത, അത് ട്രൂ വാല്യൂവിന് ഈക്വലാണ്, ശരിയല്ലേ? എന്നാൽ ഈ 2 എണ്ണം, ഈ 2 മെഷേർഡ് വാല്യൂ ആർക്ക് ഈക്വൽ അല്ല? ട്രൂ വാല്യൂവിന് ഈക്വൽ അല്ല. അതിൽ എന്തടങ്ങിയിട്ടുണ്ട്? എറർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എറർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ true value and measured value. ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ അളന്ന അളവിനകത്ത് എറർ ഇല്ല, ഞാൻ അളന്ന അളവിനകത്ത് എറർ ഇല്ല എന്ന് വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിൽ എന്തില്ല? വ്യത്യാസമില്ല. നോക്ക്, ട്രൂ വാല്യൂ 175 സെൻറ്റിമീറ്ററാണ്, 2 അവന്മാർ അളന്നത് 175 വീതം തന്നെയാണ്. സോ ഇത് രണ്ടും എറർ ഇല്ലാത്ത മെഷർമെൻറ്റുകളാണ്. എന്നാൽ ഇതിൽ രണ്ടും എന്തടങ്ങിയിട്ടുണ്ട്? എറർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ എറർ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ആരാ ട്രൂ വാല്യൂ? യഥാർത്ഥ വില, ശരി ഉത്തരം. എന്താ മെഷേർഡ് വാല്യൂ? ഓരോ തവണയും നമ്മൾ അളന്ന അളവിനെ വിളിക്കുന്ന പേരാണ് മെഷേർഡ് വാല്യൂ. സോ ഇതാണ് എററിൻ്റെ ഇൻട്രൊഡക്ഷൻ. തീർന്നില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എററിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ട 2 ക്വാണ്ടിറ്റികളാണ്. എന്താണ് ആക്യുറസി, അതുപോലെ എന്താണ് പ്രിസിഷൻ, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് ഇമ്പോർട്ടൻ്റായ എക്സാമിന് ചോദിക്കുന്നൊരു കാര്യമാണ്. കാരണം ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കരമാണ്. അതുകൊണ്ട് ആക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം.
നമുക്ക് നോക്കാം എന്താണ് ആക്യുറസി എന്നും എന്താണ് പ്രിസിഷൻ എന്നും. ഇതിൻ്റെ മലയാളം മീനിങ് കൂടെ നന്നായിട്ടങ്ങ് മനസ്സിലാക്കി വയ്ക്കുക. ആക്യുറസിയുടെ മലയാളം മീനിങ് കൃത്യത എന്ന കൃത്യത. പ്രിസിഷൻ്റെ മലയാളം മീനിങ് സൂക്ഷ്മത. മലയാളം മീനിങ് എന്താ? സൂക്ഷ്മത. പ്രിസിഷൻ സൂക്ഷ്മത, ആക്യുറസി കൃത്യത. ഇത് രണ്ടും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആദ്യം എന്താണ് ആക്യുറസി എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഹൈറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എൻ്റെ യഥാർത്ഥ ഹൈറ്റ് 175 സെൻറ്റിമീറ്ററാണ്. എന്നാൽ ഞാൻ 4 പേരെ വിളിച്ച് ഇത് അളക്കാൻ പറഞ്ഞപ്പോൾ അവന്മാർ അളന്ന അളവുകൾ എത്ര വീതമായിരുന്നു? 172, 174, 175, വീണ്ടും അടുത്തവന് 175. ഇങ്ങനെ 4 പേരും അളന്ന അളവുകളാണ് എഴുതി വച്ചേക്കുന്നത്. ഇതിന് നമ്മൾ ട്രൂ വാല്യൂ എന്നും ഇതിനെ എന്തെന്നും വിളിച്ചു? മെഷേർഡ് വാല്യൂ എന്നും വിളിച്ചു. ഇനി എന്താണ് ആക്യുറസി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിൽ എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു അതിനെയാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ആക്യുറസി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിൽ വളരെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ, ഞാൻ പറയും അവിടെ എന്ത് കൂടുതലാണ്? ആക്യുറസി കൂടുതലാണ്, കൃത്യത കൂടുതലാണ്. ഉദാഹരണം നോക്കിയേ, ഇവിടെ 1, 2, 3, 4 മെഷേർഡ് വാല്യൂവിൽ മൂന്നാമത്തെയും നാലാമത്തെയും വാല്യൂവിൻ്റെ പ്രത്യേകത കണ്ടോ? 175 വീതം. അത് എന്തിനോട് അടുത്ത് നിൽക്കുന്നു? ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നു. സോ അതിനെന്ത് കൂടുതലാണ്? ആക്യുറസി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ആളളന്ന അളവാ നമ്മുടെ ട്രൂ വാല്യൂവിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്ന് നിൽക്കുന്നത്? 175, 172 ഇവന്മാർ തമ്മിലാണ് വ്യത്യാസം കൂടുതൽ. സോ ഞാൻ പറയും ഒന്നാമത്തവന് കൃത്യതയില്ല, ആക്യുറസി ഇല്ല. അപ്പോൾ എന്താ ആക്യുറസി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ക്ലോസ്നെസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. നമ്മുടെ ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ക്ലോസ്നെസ്, അടുപ്പമാണ് ആര് സൂചിപ്പിക്കുന്നത്? ആക്യുറസി സൂചിപ്പിക്കുന്നത്. എത്രത്തോളം അടുപ്പത്തിലാവുന്നു അത്രത്തോളം വാല്യൂ കൃത്യതയുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആക്യുറസി ഉള്ളതായിരിക്കും. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ബോർഡിൻ്റെ നീളം എത്രയാണെന്ന് ചോദിക്കുന്നു. 4 പേരെടുത്ത് ചോദിച്ചു. 4 പേരും ഒരു സ്കെയിലും കൊണ്ടുവന്ന് അളക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അളന്ന് കിട്ടിയ അളവാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഒരുത്തൻ അളന്ന് 90 സെൻറ്റിമീറ്റർ. ഈ നീളമാണ് അളക്കുന്നത് 90 സെൻറ്റിമീറ്റർ. ഒരുത്തൻ പറഞ്ഞു 92 സെൻറ്റിമീറ്റർ. അടുത്തവൻ പറഞ്ഞു 91 സെൻറ്റിമീറ്റർ. ഇനി ഒരുത്തിനോടുണ്ട്, അവ അളന്നപ്പോൾ കിട്ടിയതാണ് 89 സെൻറ്റിമീറ്റർ. കണ്ടോ? ഞാൻ ചോദിക്കുവാണ്, എത്ര മെഷേർഡ് വാല്യൂസ് ഉണ്ട് ഇവിടെ? 4 മെഷേർഡ് വാല്യൂകളുണ്ട്. ഇത് ഒന്നാമത്തവൻ്റെ മെഷേർഡ് വാല്യൂ, ഇത് രണ്ടാമത്തവൻ്റെ മെഷേർഡ് വാല്യൂ, ഇത് മൂന്നാമത്തവൻ്റെയും ഇത് നാലാമത്തവൻ്റെയും മെഷേർഡ് വാല്യൂ. പക്ഷേ ഈ ബോർഡ് വാങ്ങിച്ചത് ഞാനാണ്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ നീളം എത്രയാണെന്ന്. ഇത് ശരിക്കും 90 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ബോർഡാണ്. 90 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ആലോചിക്കും, അപ്പോൾ ഇതിനകത്ത് ആരളന്നതാ ശരി ഉത്തരം? 90 സെൻറ്റിമീറ്റർ അവൻ്റെതാണ് ശരി. അപ്പോൾ എവൻ ആക്യുറസി കൂടുതലാണ്. അപ്പോൾ ഇവിടെ ആക്യുറസി ഏറ്റവും കുറവാർക്കാ? 90ഉം 91 തമ്മിലുള്ള വ്യത്യാസം 1, 90ഉം 89ഉം തമ്മിലുള്ള വ്യത്യാസവും 1. അപ്പോൾ ഇവന്മാർക്ക് രണ്ടുപേർക്കും സെയിം ആക്യുറൻസിയാണ്. പക്ഷേ 90ഉം 92ഉം തമ്മിലുള്ള വ്യത്യാസം 2. അപ്പോൾ എവന് തെറ്റ് കൂടുതലാണ്. എന്ത് കുറവാണ്? ആക്യുറസി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്യുറസിയുടെ കാര്യങ്ങൾ. അടുത്ത് നമുക്ക് കേസിട്ട് നോക്കണം, പ്രിസിഷൻ എന്താണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ പ്രിസിഷൻ നമുക്ക് നോക്കാം. പ്രിസിഷൻ്റെ മലയാളം എന്താ? സൂക്ഷ്മത. എന്തുമാത്രം സൂക്ഷിച്ചാണ് അല്ലെങ്കിൽ എന്തുമാത്രം സമയമെടുത്താണ് നമ്മൾ ആ ക്വാണ്ടിറ്റി കണ്ടെത്തിയത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് എന്ത് ചെയ്യാം, പറയാം. പ്രിസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ഈ ബോർഡിൻ്റെ നീളം എത്ര എന്ന് ചോദ്യം. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. ബോർഡിൻ്റെ നീളം എത്ര എന്ന് 4 പേരെടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ 4 പേരും അളന്ന അളവുകൾ ഞാൻ എഴുതാൻ പോവുകയാണ്. ഒന്നാമത്തെ ആൾ അളന്നെഴുതിയത് 90 സെൻറ്റിമീറ്റർ എന്നാണ്.
രണ്ടാമത്തെ ആൾ അളന്നെഴുതിയത് 88 സെൻറ്റിമീറ്റർ എന്നാണ്. മൂന്നാമത്തെ ആൾ അളന്നെഴുതിയത് 90.5 സെൻറ്റിമീറ്റർ എന്നാണ്. നാലാമത്തെ ആൾ അളന്നെഴുതിയത് 90.52 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ വേണ്ട 90.47 സെൻറ്റിമീറ്റർ. ഇതാ കണ്ടോ, 4 പേരുടെയും മെഷേർഡ് വാല്യൂ ആണ് ഞാൻ അവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ ചോദിക്കുന്നു എത്രയാണ് ആക്യുറസി എന്ന്. ഇങ്ങനെ 4 അളവ് മാത്രം തന്നിട്ട് ആക്യുറസി പറയണമെങ്കിൽ നമുക്ക് ആരെയും കൂടി അറിയണം, ട്രൂ വാല്യൂവും കൂടി അറിയണം. ട്രൂ വാല്യൂ എത്ര എന്ന് ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല. സോ ആക്യുറസിയുടെ കാര്യം ഒന്ന് വിട്ടേക്ക്. അപ്പം ആക്യുറസി പറയണമെങ്കിൽ ആരെ നോക്കിയേ മതിയാവൂ? ട്രൂ വാല്യൂവിനെ കൂടി നോക്കിയേ മതിയാവൂ. എന്നാൽ പ്രിസിഷൻ പറയാൻ നമുക്ക് എന്തിൻ്റെ സഹായം വേണ്ട? ട്രൂ വാല്യൂവിൻ്റെ സഹായം വേണ്ട. അപ്പം ട്രൂ വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് ആക്യുറസി. ട്രൂ വാല്യൂവുമായിട്ട് ബന്ധമില്ല ആർക്ക്? പ്രിസിഷന്. പിന്നെ എന്താ പ്രിസിഷൻ എന്ന് പറയുന്നത്? ഈ 4 ക്വാണ്ടിറ്റികളിൽ നാലാമത്തവനാണ് എന്ത് കൂടുതൽ? പ്രിസിഷൻ കൂടുതൽ. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയായിരിക്കും പ്രിസിഷൻ നോക്കുക എന്ന്. നോക്കിയേ, ഇതിൽ ഏത് അളവ് അളക്കാനായിരിക്കും കൂടുതൽ സമയം വേണ്ടി വരിക, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരിക? 90 സെൻറ്റിമീറ്റർ. ഒരു സ്കെയിൽ എടുത്ത് പിടിച്ചു, 90. ഓക്കെ, ശരി, തീർന്നു. അടുത്തവൻ വീണ്ടും സ്കെയിൽ എടുത്ത് പിടിച്ചു, 88 കിട്ടി. ഓക്കെ, അത് തീർന്നു. അടുത്തത് 90.5 സെൻറ്റിമീറ്റർ അളന്നവൻ. അവൻ നോക്കിയേ, അവൻ 90 എത്തിയിട്ട് നിന്നോ? ഇല്ല, അവൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇത്തിരി കൂടെ അങ്ങോട്ട് നീണ്ടു കിടപ്പുണ്ട്. അപ്പോൾ 90.5 അവൻ അളന്നെഴുതി. അടുത്തവൻ വന്നിട്ട് എന്താ ചെയ്തത്? 90 നിർത്തിയോ അവൻ? ഇല്ല, 90 വരെ അളന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. അപ്പോൾ അവന് 4 ഡിവിഷനും കൂടെ കിട്ടി. വീണ്ടും നിർത്തിയില്ല, ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവൻ ഇത്രയും കിട്ടി. ഇതൊരിക്കലും ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റത്തില്ല കേട്ടോ. 90.47 ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവൻ അളന്നപ്പോൾ 90.47 സെൻറ്റിമീറ്ററിന് കിട്ടി. ഇവിടെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി സമയമെടുത്ത് ശ്രദ്ധയോടുകൂടി അളന്നവൻ ആരാണ്? നാലാമത്തവനാണ്. സോ അതാണ് എന്തെന്ന് പറയുന്നത്? പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രിസിഷൻ ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. വാട്ട് ഈസ് പ്രിസിഷൻ ചോദിച്ചാൽ നമ്മൾ പറയും പ്രിസിഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് വരില്ല? ഐഡിയയിൽ വരില്ല. അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട്. സോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈ സൂക്ഷ്മതയെ വിളിക്കുന്ന പേര് തന്നെയാണ്. ഇനി റെസൊല്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ റെസൊല്യൂഷൻ? നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ റെസൊല്യൂഷൻ പറയാറുണ്ടല്ലേ. ഇപ്പോൾ ക്യാമറ 12 MP ക്യാമറ, 24 MP ക്യാമറ, 48 MP ക്യാമറ എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. ഇതിൽ ഏത് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്? തീർച്ചയായും 48 MP കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ക്ലാരിറ്റി എന്ന് പറയുന്നത്? അത്തരം ഫോട്ടോകൾ സൂം ചെയ്ത് നോക്കിയാലും ഡീറ്റെയിൽസ് എന്ത് ചെയ്ത് പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. നമുക്ക് സൂക്ഷ്മമായിട്ടും ഓരോ പോയിൻറ്റും അത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും. എന്താ, നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റികളിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയത് ഏതിനകത്താണ്? നാലാമത്തെ ക്വാണ്ടിറ്റിക്കകത്താണ്. സോ അതിനായിരിക്കും എന്ത് കൂടുതൽ? റെസൊല്യൂഷൻ കൂടുതൽ, പ്രിസിഷൻ കൂടുതൽ. അപ്പോൾ അത്രയുമാണ് അക്യുറസി ആൻഡ് പ്രിസിഷൻ്റെ പ്രത്യേകത. ഇനി ഈ ക്വാണ്ടിറ്റി എന്താവണമെന്നില്ല, ശരിയാവണമെന്നില്ല. കാരണം നമ്മളിത് എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല? ട്രൂ വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രിസൈസ് വാല്യൂ ട്രൂ ആവണമെന്നില്ല. ഓക്കെ, പകരം നമ്മൾ എന്തേ നോക്കുന്നുള്ളൂ? ഈ പോയിന്റ് കഴിഞ്ഞുള്ള എണ്ണം, അതേ നമ്മൾ നോക്കുന്നുള്ളൂ. അത് അടുത്ത സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ 4 ക്വാണ്ടിറ്റികൾ വെച്ച് ശ്രദ്ധയോടുകൂടി സൂക്ഷ്മമായിട്ടും റീഡിങ് എടുത്തിട്ടുള്ള ആരാണ്? നാലാമത്തവനാണ്. സോ ആ വാല്യൂവിനാണ് എന്ത് കൂടുതൽ? പ്രിസിഷൻ കൂടുതൽ. അപ്പോൾ ഇത്രയുമാണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. എക്സാമിന് ചോദിക്കുന്നൊരു കാര്യമാണ്. എന്താണ് ആക്യുറസി, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ആക്യുറസി ആൻഡ് പ്രിസിഷൻ. നമ്മൾ എഴുതും ആക്യുറസി ഈസ് ദ ക്ലോസ്നെസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. അല്ലെങ്കിൽ ശരി ഉത്തരവും അല്ലെങ്കിൽ ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിൽ എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു അതാണ് ആക്യുറസി സൂചിപ്പിക്കുന്നത്. എന്താ പ്രിസിഷൻ എന്ന് പറയുന്നത്? പ്രിസിഷൻ എത്രയേ ഉള്ളൂ, നമ്മൾ എടുത്ത റീഡിങ് എന്തുമാത്രം സൂക്ഷ്മതയുള്ളതാണ്, അല്ലെങ്കിൽ എന്തുമാത്രം റെസൊല്യൂഷൻ ഉണ്ട്, അതാണ് പ്രിസിഷൻ സൂചിപ്പിക്കുന്നത്. സോ പ്രിസിഷൻ ഈസ് ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അത്രയേ ഉള്ളൂ ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എറർ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു
മെഷർമെൻറ്റിനകത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ്. നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും? ട്രൂ വാല്യൂമായിട്ട് അല്ലെങ്കിൽ ശരി ഉത്തരവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ പറയും അവിടെ എറർ സംഭവിച്ചു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ എറർ എങ്ങനെയെല്ലാമായിരിക്കും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ എറർ എങ്ങനെ ഉണ്ടായി എന്നറിഞ്ഞാലേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത്, ഒരു എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ച് ഒരു മെഷർമെൻറ്റ് കണ്ടെത്തിയ സമയത്ത് എനിക്ക് എവിടെയെല്ലാമാണ് തെറ്റ് സംഭവിച്ചത്, ആ തെറ്റുകൾ എനിക്ക് എങ്ങനെയെല്ലാം ഒഴിവാക്കാം, അതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എററിനെ പ്രധാനമായിട്ട് നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 1, 2, 3 അങ്ങനെ 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഈ എററിനെ. അതിൽ ഒന്നാമത്തെ രീതിക്ക് വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് എറർ. ഒന്നാമത്തെ രീതിക്ക് വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് എറർ. രണ്ടാമത്തെ എററിന് വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എറർ. മൂന്നാമത്തെ എററിന് വിളിക്കുന്ന പേരാണ് റാൻഡം എറർ. ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് എറർ. ക്ലാസിഫിക്കേഷൻ ഓഫ് എററെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട 3 പോയിന്റുകൾ ഇതൊക്കെയാണ്. കോൺസ്റ്റൻ്റ് എറർ എന്താണ്, സിസ്റ്റമാറ്റിക് എറർ എന്താണ്, റാൻഡം എറർ എന്താണ്. പേരുകൾ മാത്രമേ ഇപ്പം നമുക്കറിയാവൂ. എന്താണ് കോൺസ്റ്റൻറ്റ് എറർ എന്ന് നമുക്ക് നോക്കാം, എന്താണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് നമുക്ക് നോക്കാം, എന്താണ് റാൻഡം എറർ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കോൺസ്റ്റൻറ്റ് എറർ. അതൊരു എക്സാമ്പിളിലൂടെ വേണം പഠിക്കാനുള്ളത്. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഞാൻ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഇതാണ്. ഞാനൊരു ബീക്കർ എടുത്തു. ഓക്കെ, ആ ബീക്കറിനകത്ത് ഞാൻ കുറച്ച് ഐസ് കഷ്ണങ്ങൾ പറക്കിയിട്ടു. എൻ്റെ എക്സ്പെരിമെൻ്റ് അറിയാമല്ലോ. ഒരു ബീക്കർ എടുത്തു, ബീക്കറിനകത്ത് ഞാൻ കുറച്ച് ഐസ് കഷ്ണങ്ങൾ വാരിയിട്ടു. എന്നിട്ട് തീ കത്തിക്കാൻ വേണ്ടി മൂട്ടിൽ ഞാൻ കുറച്ച് വിറവ് കൊടുത്തിട്ടു. തീ കൊടുത്തിട്ടില്ലേ? ശരി. എന്നിട്ട് ഈ പറയുന്ന ഐസ് കഷ്ണങ്ങളിലേക്കിടയ്ക്ക് ഞാനൊരു തെർമോമീറ്റർ എടുത്ത് വെച്ചു. തെർമോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ എന്തിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും അളക്കുന്നത്? ഈ അകത്ത് വെച്ചേക്കുന്ന ഐസിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും അളക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. വിറവിന് തീയിട്ട് കൊടുത്തു. ബീക്കർ ചൂടാവും അല്ലേ, ഒപ്പം ഐസ് ഉരുകാൻ തുടങ്ങും. അങ്ങനെ ഐസ് ഉരുകാൻ തുടങ്ങി. ഐസ് ഉരുകുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്കറിയാം, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് തന്നെയാണോ എനിക്ക് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ തെർമോമീറ്ററിലേക്കൊന്ന് നോക്കി. അപ്പോൾ എനിക്ക് തെർമോമീറ്ററിൽ കിട്ടിയ റീഡിങ് 1 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയറാണേ? 0 ഡിഗ്രി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം എനിക്കറിയാം മുമ്പേ ഐസ് ഉരുകുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ തെർമോമീറ്ററിലെ റീഡിങ് 1 ഡിഗ്രി സെൽഷ്യസ്. അതെന്തോ ഐസ് 1 ഡിഗ്രിയിലാണോ ഉരുകിയത്? ഞാൻ നിർത്തിയില്ല എക്സ്പെരിമെൻറ്റ്. ഈ തീ കൂട്ടിക്കൊണ്ടിരുന്നു. വെള്ളം മൊത്തം ഐസ് മൊത്തം ഉരുകി വെള്ളമായിട്ട് മാറി. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്നതായിട്ട് കണ്ടു. എനിക്കറിയാം വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ, വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണോ എനിക്ക് കിട്ടിയ റീഡിംഗ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ തെർമോമീറ്ററിലേക്ക് ഒന്ന് നോക്കി. എൻ്റെ തെർമോമീറ്റർ കിട്ടിയ റീഡിങ് 101 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആണോ? എന്തു മനസ്സിലായി? 0 കിട്ടേണ്ടടുത്ത് 1 ഡിഗ്രി കൂടുതൽ കിട്ടി. 100 കിട്ടേണ്ടടുത്ത് വീണ്ടും 1 ഡിഗ്രി കൂടുതൽ കിട്ടി. 101 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ബോഡിയുടെ മണ്ടയിൽ ഇതേ തെർമോമീറ്റർ ഞാൻ കൊണ്ടുവച്ചാൽ തെർമോമീറ്റർ എത്ര ഡിഗ്രി കിട്ടും? 51 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഇവിടെയെല്ലാം 1 ഡിഗ്രിയുടെ എറർ അതുപോലെ ഉണ്ട്. ശരിയല്ലേ? ഇതായിരുന്നു ട്രൂ വാല്യൂ. ഇത് മെഷേർഡ്. ട്രൂ വാല്യൂ മെഷേർഡ് രണ്ടും തമ്മിൽ 1 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ശരിയാണല്ലോ? അത്തരം എററുകളെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് എറർ. അതായത് ഒരു എക്സ്പെരിമെൻറ്റിൽ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന എററുകൾ, അല്ലെങ്കിൽ എല്ലാ മെഷർമെൻറ്റുകളെയും ഒരുപോലെ കോൺസ്റ്റൻ്റായിട്ട് ബാധിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന എററുകൾ. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാ മെഷർമെൻറ്റുകളെയും ഒരുപോലെ കോൺസ്റ്റൻ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന എററുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറ്? കോൺസ്റ്റൻറ്റ് എറർ എന്ന് വിളിക്കാറ്.
ഓക്കെ ആണോ? ഇവിടെ 1 ഡിഗ്രിയുടെ ഒരു കോൺസ്റ്റൻറ്റ് എറർ എല്ലാത്തിലും സംഭവിച്ചല്ലേ. അതെന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയത്? നമ്മളെ മിസ്റ്റേക്ക് കൊണ്ടാവണമെന്നില്ല. ഈ തെർമോമീറ്ററിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകാം. അപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചത് അപ്പാരറ്റസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ചിലപ്പോൾ ഇത് പ്രഷറിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ കോൺസ്റ്റൻ്റായിട്ട് സംഭവിക്കുന്ന എററുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസ്റ്റൻറ്റ് എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഞാൻ ഏതോ ഒരു വസ്തുവിനെ തെർമോമീറ്റർ കൊണ്ട്, ഇതേ തെർമോമീറ്റർ കൊണ്ട് അളന്നപ്പോൾ എനിക്ക് കിട്ടിയത് 38 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അപ്പോൾ ശരിക്കും അവൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? നമുക്കറിയാം ഏതളന്നാലും 1 ഡിഗ്രിയുടെ തെറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 37 ആയിരിക്കും. സോ ആ തെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരുത്താൻ പറ്റും. അപ്പോൾ കോൺസ്റ്റൻറ്റ് എററിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടിഫൈ ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും. അപ്പോൾ എന്താ കോൺസ്റ്റൻറ്റ്? ഒരു എക്സ്പെരിമെൻറ്റിൽ എല്ലാ മെഷർമെൻറ്റുകളെയും ഒരുപോലെ ബാധിക്കുന്ന എററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസ്റ്റൻറ്റ് എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൻ എറർ which affect all the measurements equally in an experiment is known as constant error. An error which affect all the measurements equally in an experiment is called constant error. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടിഫൈ ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അടുത്തിലേക്ക് പോവാം. എന്താണ്? സിസ്റ്റമാറ്റിക് എററിലേക്ക് പോവാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് എറർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻ്റ് വേണം ഓർമ്മ വരാനുള്ളത്. എന്നിട്ട് വേണം കോൺസ്റ്റൻറ്റ് എറർ എന്താണെന്ന് പറയാനുള്ളത്. കാണാതെ പഠിച്ചൊരിക്കലും പറയരുത്. രണ്ടാമത്തേലേക്ക് വരാം. സിസ്റ്റമാറ്റിക് എറർ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് സിസ്റ്റമാറ്റിക് എറർ മാത്രമായിട്ട് പറയണം, കാരണം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, സിസ്റ്റമാറ്റിക് എററിലേക്ക് പോകാം. അടുത്തത് രണ്ടാമത്തെ സിസ്റ്റമാറ്റിക് എററിലേക്ക് വരാം. സിസ്റ്റമാറ്റിക് എറർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ എന്തെല്ലാം എററുകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് എന്തെല്ലാം എററുകൾ സംഭവിക്കാറുണ്ട്, അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എററിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളൊരു എക്സാമ്പിളായിട്ടൊരു എക്സ്പെരിമെൻറ്റ് പറയാം. എക്സ്പെരിമെൻ്റ് ഇതാണ്. നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഒരു വള്ളിയുടെ അറ്റത്തായിട്ട് ഒരു മാസ് കെട്ടി തൂക്കിയിട്ട് നമ്മളവൻ എന്ത് ചെയ്യുകയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കളിക്കുവാണ്. അവൻ ഒരു തവണ അങ്ങേ അറ്റം പോയി ഇങ്ങേ അറ്റം പോയി തിരിച്ച് വരാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ഞാൻ സ്റ്റോപ്പ് വാച്ച് നോക്കി കണ്ടുപിടിക്കുകയാണ്. അതാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്ത്, ആ ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് അകത്ത് ആരൊക്കെയുണ്ട്? ഒരു വള്ളി, ഒരു മാസ്, അത് ആടുന്നുണ്ട്, സമയം അളക്കാൻ വേണ്ടി ഒരു വാച്ച് നിൽപ്പുണ്ട്, അത് അളക്കാൻ വേണ്ടി ഞാനവിടെ നിൽപ്പുണ്ട്, നമുക്ക് ചുറ്റും എന്ത് നിൽപ്പുണ്ട്? എയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് എൻ്റെ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എന്തുമാത്രം എറർ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ സിസ്റ്റം കാരണം ഏതെല്ലാം എറർ വരാം, അതാണ് ഏതിനകത്ത് പറയാൻ പോകുന്നത്? സിസ്റ്റമാറ്റിക് എററിനകത്ത് പറയാൻ പോകുന്നത്. സിസ്റ്റമാറ്റിക് എററിനെ വീണ്ടും നമുക്ക് 4ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തതാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ഇൻസ്ട്രുമെൻ്റൽ എറർ കാരണം എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എവിടെ കാണും? എൻ്റെ സിസ്റ്റത്തിൽ കാണും. ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനകത്ത് ഇൻസ്ട്രുമെൻ്റ് കാണും. ഈ എക്സ്പെരിമെൻറ്റിൽ ഞാൻ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻ്റ് ഏതാ? എൻ്റെ വാച്ച്, സ്റ്റോപ്പ് വാച്ച്. ഈ സ്റ്റോപ്പ് വാച്ച് നോക്കിയാണ് ഞാൻ ടൈം അളന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പ് വാച്ചിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ മെഷർമെൻറ്റിനകത്ത് എറർ ഉണ്ടാവാമല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന എററുകൾ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ആൻ എറർ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ the measuring device or instrument. മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് കാരണം ഉണ്ടാകുന്ന എററിനെ വിളിക്കുന്ന പേര് ഇൻസ്ട്രുമെൻ്റൽ എറർ. രണ്ടാമത്തിലേക്ക് നോക്കാം. സിസ്റ്റമാറ്റിക് എററിനകത്തുള്ള രണ്ടാമത്തെ ടൈപ്പ് എററാണ് പേഴ്സണൽ എറർ. മറ്റൊരു പേര് ഒബ്സർവേഷണൽ എറർ. ആ പേര് തന്നെ കിടപ്പുണ്ട് എന്താണെന്ന്. ഒന്നുമില്ല, ഈ സിസ്റ്റം അത് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ മെഷർ ചെയ്ത അല്ലെങ്കിൽ മെഷർമെൻറ്റ് എടുത്തത് ഞാനെന്ന് പറഞ്ഞ പേഴ്സണാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും എറർ ഉണ്ടാകാം. ഞാൻ നോക്കുന്ന സമയത്ത് വാച്ച് നോക്കിയിരുന്നു, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ശ്രദ്ധിച്ചില്ല. വാച്ച് നോക്കേണ്ട സമയം ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കി നിന്നിട്ട് സമയമായപ്പോൾ വാച്ച് നോക്കി ആൻസർ തെറ്റിച്ചു. അപ്പോൾ ആ എറർ ഉണ്ടാക്കിയത് ആരാണ്? ആ മെഷർമെൻറ്റ് എടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ് എടുത്ത പേഴ്സൺ കാരണം ഉണ്ടാകുന്ന എററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ എറർ. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? an error which is produced by the observer. produced by the observer.
അത്തരത്തിലുള്ള എററിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ എറർ. മൂന്നാമത്തേലേക്ക് പോവാം. മൂന്നാമത്തെ ടൈപ്പ് എറർ, എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ്. എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ്, അതായത് പുറമേ നിന്നുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാവുന്ന എറർ. അതായത് വേറെ ഒന്നുമില്ല, ഞാൻ ഈ പറയുന്ന സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ ഈ പറയുന്ന മാസിനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിച്ചപ്പോൾ ആട്ടിയപ്പോൾ ഒരു കാറ്റടിച്ചു. അപ്പോൾ തീർച്ചയായും ഞാൻ എടുക്കുന്ന മെഷർമെൻറ്റിൽ എന്ത് സംഭവിക്കാം? തെറ്റ് സംഭവിക്കാം. അപ്പോൾ അത്തരം കാറ്റ് പോലുള്ള എക്സ്റ്റേണൽ കോസ് കാരണം ഉണ്ടാകുന്ന എററുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ് സച്ച് ആസ് വിൻഡ്, പ്രഷർ, ടെമ്പറേച്ചർ, ഇതെല്ലാം ഏതിനകത്ത് വരും? എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസിനകത്ത് വരും. നാലാമത്തവൻ അല്ലെങ്കിൽ അവസാനത്തതാണ് എറർ ഡ്യൂ ടു എക്സ്പെരിമെൻ്റൽ ഇംപെർഫെക്ഷൻ. നാലാമത്തേതാരാ? എറർ ഡ്യൂ ടു എക്സ്പെരിമെൻ്റൽ ഇംപെർഫെക്ഷൻ. എന്താ എറർ ഡ്യൂ ടു എക്സ്പെരിമെൻ്റൽ ഇംപെർഫെക്ഷൻ? അത്രയേ ഉള്ളൂ. ഈ എക്സ്പെരിമെൻ്റ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. അതായത് ഞാൻ വേണ്ട അതിനകത്ത് കുറച്ച് തെറ്റുകൾ ഉണ്ടാക്കി. അതായത് ഞാൻ ഈ പറയുന്ന സ്ട്രിങ് നല്ലൊരു വള്ളി ഉപയോഗിക്കാതെ ഞാനൊരു വാഴനാരിലാണ് ഈ പറയുന്ന മാസ് തൂക്കിയിട്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് വാഴനാര് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ വാഴനാരങ്ങ വലിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന റബ്ബറിലാണ് മാസ് തൂക്കിയിട്ടത്. ആട്ടുന്ന സമയത്ത് റബ്ബറിന് എന്ത് ചെയ്യും? ഓസിലേഷൻ സംഭവിക്കും. അപ്പോഴും തെറ്റുണ്ടാകാം. ഇതെല്ലാം എന്തിനകത്ത് വരുന്ന തെറ്റാണ്? എൻ്റെ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന തെറ്റാണ്. അത്തരം എററുകളെ വിളിക്കുന്ന പേരാണ് എറർ ഡ്യൂ ടു experimental imperfection. What is error due to experimental imperfection? It is the error produced in a measurement due to the experimental imperfection in arrangement. അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിലെ ഇംപെർഫെക്ഷൻ കാരണമുണ്ടാകുന്ന എററുകളെ വിളിക്കുന്ന പേരാണ് എറർ ഡ്യൂ ടു എക്സ്പെരിമെൻ്റൽ ഇംപെർഫെക്ഷൻ. അത് ഏതിനകത്ത് വരും? സിസ്റ്റമാറ്റിക് എററിനകത്ത് വരും. ഇത്തരം 4 എററുകളാണ് ഏതിനകത്തുള്ളത്? സിസ്റ്റമാറ്റിക് എററിനകത്തുള്ളത്. അപ്പോൾ ഒരു എസ്സേക്കുള്ള വകയായല്ലോ. ഇനി മൂന്നാമത്തതിലേക്ക് പോകാം, റാൻഡം എറർ. മൂന്നാമത്തെ ആരാ? റാൻഡം എറർ. ഓക്കെ, ഈ മൂന്നാമത്തെ റാൻഡം എററിൻ്റെ പേര് സൂചിപ്പിക്കുന്ന റാൻഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് റാൻഡം എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്. അപ്പോൾ റാൻഡം എറർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു എക്സ്പെരിമെൻറ്റിനകത്ത് നമ്മുടെ അറിവില്ലാതെ അല്ലെങ്കിൽ കാരണം എന്തെന്നറിയാതെ വന്നു കൂടുന്ന എററുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റാൻഡം എറർ എന്ന് വിളിക്കുന്നത്. അതായത് എറർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു സം unknown causes. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന എററുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റാൻഡം എറർ എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന ഇവൻ്റെ നീളം ഒന്ന് അളക്കുവാണ്, ബോർഡിൻ്റെ നീളം ഒന്ന് അളക്കുവാണ്. ഞാൻ അളന്നത് 90.1 സെൻറ്റിമീറ്റർ. ഓക്കെ, 90.1 സെൻറ്റിമീറ്റർ. വേറെ ഒരുത്തം വന്ന് അളന്നു 90.2 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മൾ തമ്മിൽ അടി കൂടുവാണ്. ഞാൻ പറഞ്ഞതാണ് ശരി, മറ്റവൻ പറയുന്നു അവൻ പറഞ്ഞതാണ് ശരി. പക്ഷേ ഇവിടെ 2 പേരും വളരെ ശ്രദ്ധിച്ച് തെറ്റൊന്നും വരുത്താതെ ആയിരിക്കും റീഡിങ് എടുത്തിട്ടുള്ളത്. എന്നിട്ടും 2 പേർക്കും 2 ആൻസറാണ് കിട്ടിയത്. ഓക്കെയാണ്. അപ്പോൾ തീർച്ചയായും നമുക്കറിയുന്നത് എന്തോ എററുണ്ട്. ആ എറർ ഏതിനകത്ത് വരും? റാൻഡം എററിനകത്ത് വരും. ഞാൻ ശ്രദ്ധിച്ച് സ്കെയിലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്കയായിട്ടാണ് റീഡിങ് എല്ലാം എടുത്തത്. പക്ഷേ എടുത്തപ്പം 2 പേർക്കും 2 ആൻസർ. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലേ, പക്ഷേ ഇത്തിരി ഒരു വ്യത്യാസമുണ്ട്. സോ ചെറിയൊരു എറർ അവിടെ ഉണ്ട്. ആ എറർ ഏതിനകത്ത് വരും? റാൻഡം എററിനകത്ത് വരും. ഓക്കെയാണോ? ഇതുണ്ടാകുന്നതിന് കാരണം ചിലപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകതയായിരിക്കും. എല്ലാവരുടെ കണ്ണിനും ഒരേ പവറൊന്നുമല്ല. അപ്പോൾ തീർച്ചയായും അതിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ റാൻഡം എറർ ഉണ്ടാക്കുന്നത്. കാരണം വ്യക്തമല്ല. അത്തരത്തിലുള്ള എററിനെ വിളിക്കുന്ന പേരാണ് റാൻഡം എറർ. അപ്പോൾ ഈ റാൻഡം എററിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ബാക്കി കോൺസ്റ്റൻ്റ് എററിനെ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് എറർ എല്ലാം നമ്മുടെ കയ്യിരിപ്പ് കാരണം ഉണ്ടാകുന്ന എറർ, ഇൻസ്ട്രുമെൻ്റൽ എറർ, പേഴ്സണൽ എറർ, എക്സ്റ്റേണൽ കോസ്, അതുപോലെ
ഇംപെർഫെക്ഷൻ. അപ്പോൾ ഈ 4 എണ്ണവും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആദ്യത്തെ കോൺസ്റ്റൻ്റ് എറർ ഒഴിവാക്കാൻ പറ്റും, പിന്നെ പഠിച്ച സിസ്റ്റമാറ്റിക്കിനകത്തെ 4 എണ്ണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പക്ഷേ റാൻഡം എററിനെ മാത്രം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. എങ്ങനെ കുറയ്ക്കാം? ബൈ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് വീണ്ടും 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 എടുത്ത് നമുക്ക് ആരെ കുറയ്ക്കാൻ പറ്റും, റാൻഡം എറർ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ ബോർഡിൻ്റെ നീളം ഞാൻ വീണ്ടും ഒരു 3 പേരെയും കൂടെ കൊണ്ടങ്ങ് എടുപ്പിക്കുക. 90.1 സെൻറ്റിമീറ്റർ എടുത്ത് അളന്നു, വീണ്ടും ഒരുത്തം 90.1 സെൻറ്റിമീറ്റർ, വീണ്ടും ഒരുത്തം 90.2 സെൻറ്റിമീറ്റർ. ഉണ്ടോ? ഇപ്പം 5 പേരളന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കും, ആവറേജ് കണ്ടുപിടിക്കും. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കും, ആവറേജ് കണ്ടുപിടിക്കാൻ അറിയാലോ, കൂട്ടി എണ്ണം കൊണ്ട് ഭാഗിക്കുക, നമ്മളിനി പറയും. അപ്പോൾ ഈ ആവറേജിനെ നമ്മൾ എന്താക്കിയെടുക്കും, ആൻസർ ആക്കിയെടുക്കും. അങ്ങനെ നമുക്ക് റാൻഡം എറർ കുറയ്ക്കാൻ പറ്റും, ഒരിക്കലും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 3ാമത്തെ എറർ റാൻഡം എറർ. 4ാമത് ഒരുത്തനെയും കൂടെ ഞാൻ പറഞ്ഞു തരാം, ഗ്രോസ് എറർ. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എന്നാലും കേട്ടിരിക്കണം, കാരണം പണ്ടൊരു എക്സാമിന് ഇതും കൂടെ കേട്ട് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഗ്രോസ് എറർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അതൊരു പേഴ്സണൽ എറർ തന്നെയാണ്. പക്ഷേ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ പറയുന്ന പേഴ്സൺ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളിൻ്റെ അശ്രദ്ധ കാരണം. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളിൻ്റെ അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗ്രോസ് എറർ. അതായത് എറർ ഡ്യൂ ടു കോൾ പറഞ്ഞോടാ. അയ്യോ, ഇതല്ലാതെ വരുമല്ലോ. വൈബ്രേഷൻ അടിച്ചേ. കുഴപ്പമില്ല. അപ്പോൾ ഗ്രോസ് എറർ നമുക്കിങ്ങനെ പറയാം, എറർ ഡ്യൂ ടു കെയർലെസ്നെസ് ഓഫ് എ പേഴ്സൺ. ഓക്കെ, നോട്ട് ഞാൻ സെപ്പറേറ്റ് തരാം കേട്ടോ. അപ്പോൾ ഗ്രോസ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആളിൻ്റെ ശ്രദ്ധക്കുറവ്, മീൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ താല്പര്യമില്ല, അപ്പോഴാണ് റീഡിങ് എടുപ്പിച്ച്. സ്വാഭാവികമായിട്ടും തെറ്റി സംഭവിക്കാം. അത്തരം എററുകളെ വിളിക്കുന്നതാണ് ഗ്രോസ് എറർ. നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മുമ്പൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയാണ്, 4 എററുകൾ താഴെ തന്നിരിക്കുന്നു, അതിനകത്ത് ഫൈൻഡ് ഓഡ് ഓൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. അല്ലെങ്കിൽ 4 ഓപ്ഷനിലൊക്കെയാണ്. ഒന്ന് കോൺസ്റ്റൻ്റ് എറർ, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, ഗ്രോസ് എറർ. ഈ 4 എണ്ണം തന്നിട്ട് ആരാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ആരായിരിക്കും? റാൻഡം എറർ. എന്തുകൊണ്ട്? അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റൂ? കുറയ്ക്കാനേ പറ്റൂ. ബാക്കി 3 ടൈപ്പും കോൺസ്റ്റൻറ്റ്, സിസ്റ്റമാറ്റിക് ആൻഡ് ലാസ്റ്റ് ഗ്രോസ് എറർ, ഇതിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എറർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക അത്രയും. ഓക്കെ.